ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള വിഷൻ്റെ ബ്രോഡ്ബാൻഡ് എങ്ങനെയാണ് നമുക്ക് റീചാർജ് ചെയ്യാൻ വേണ്ടി സാധിക്കുക എന്നാണ്. നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഇത് റീചാർജ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഏതൊക്കെ പ്ലാനുകളാണ് വരുന്നത് എന്നും എത്ര GB വരെ നമുക്ക് വേണമെന്നും അതുപോലെ തന്നെ എത്ര സ്പീഡുള്ള പ്ലാനാണ് നമുക്ക് വേണ്ടത് എന്നൊക്കെ നമുക്ക് ഇതിനകത്ത് നോക്കിയിട്ട് നമുക്ക് റീചാർജ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതെങ്ങനെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. ഒരുപാട് പേരുടെ വീട്ടിൽ കേരള വിഷൻ്റെ ഒരു ബ്രോഡ്ബാൻഡ് വൈഫൈ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഒരുപാട് പേര് കമൻ്റായിട്ട് അറിയിച്ചത് കൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്തത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പാക്കുകൾ നമുക്ക് റീചാർജ് ചെയ്യാമെന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. നേരെ വീഡിയോയിലേക്ക് പോവാം. കേരള വിഷൻ്റെ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ വെബ്സൈറ്റിൽ നമുക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് റീചാർജ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ആൻഡ്രോയിഡ് ഫോണിൽ നിന്ന് നമുക്ക് പ്ലേ സ്റ്റോർ വഴി ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇങ്ങനെയാണ് നമുക്ക് റീചാർജ് ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് ഞാനിവിടെ മുകളിലായിക്കൊണ്ട് കേരള വിഷൻ ബ്രോഡ്ബാൻഡ് ആപ്പ് എന്ന് നിങ്ങൾ ഇതുപോലെ സെർച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ KVBL സബ്സ്ക്രൈബർ ആപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലൊരു ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും. ഇത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. നമുക്ക് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അത്യാവശ്യം റേറ്റിംഗ് ഒക്കെയുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഹോം സ്ക്രീനിൽ കാണാൻ സാധിക്കും. ഞാനിവിടെ ഓപ്പൺ കൊടുക്കുകയാണ്. ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ പെർമിഷൻസ് ഒക്കെ ചോദിക്കും. നമ്മൾ പെർമിഷൻസ് ഒക്കെ അലോ കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒരു ഇൻ്റർഫേസിലേക്ക് വരും. ഇവിടെ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. യൂസർ നെയിമും പാസ്വേഡും കൊടുത്തുകൊണ്ട് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ മൊബൈൽ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ യൂസർ നെയിം എന്ന് പറയുന്നത് ഇതിൻ്റെ യൂസർ നെയിം വരുന്നത് നമ്മുടെ ആധാർ കാർഡിൽ നമ്മൾ കൊടുത്തിട്ടുള്ള നമ്മൾ ഏത് നമ്പർ വെച്ചിട്ടാണോ നമ്മൾ ലോഗിൻ ചെയ്തിട്ടുള്ളത് ആ ഒരു നമ്പറും അതുപോലെ തന്നെ നമ്മുടെ പേരും നമ്മുടെ ഒറിജിനൽ പേരും അതിൻ്റെ കൂടെ നമ്മുടെ മൊബൈൽ നമ്പറിൻ്റെ ലാസ്റ്റ് 4 അക്ക നമ്പറോട് ഇതിൻ്റെ യൂസർ നെയിമും പാസ്വേഡും വരുന്നത്. യൂസർ നെയിം വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. ഞാനിവിടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ചുകൊണ്ടാണ് വളരെ ഈസി ആയിക്കൊണ്ട് ലോഗിൻ ചെയ്യുന്നത്. അതിനായിട്ട് ഞാനിവിടെ എൻ്റെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിവിടെ താഴെ ആയിക്കൊണ്ട് ജനറേറ്റ് OTP എന്ന് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സെയിം ടൈം തന്നെ നമുക്ക് OTP വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ആ സിം നമ്മുടെ ഫോണിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരു OTP നമുക്കിവിടെ വന്നിട്ടുണ്ട്. കണ്ടില്ല, OTP വന്നു. ഈ ഒരു OTP നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഞാനിവിടെ OTP അതുപോലെ തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ലോഗിൻ കൊടുത്തതിന് ശേഷം നമുക്കിതുപോലെ ഓപ്പൺ ആയിട്ട് വരും. നമ്മുടെ ഡേറ്റ് ഇപ്പോൾ ഇന്ന് കഴിഞ്ഞ ഒരു പാക്കാണത്. ഇന്ന് റീചാർജ് കഴിഞ്ഞതാണ്. 29 ഡിസംബർ 2024 കഴിഞ്ഞൊരു പാക്കാണ് ഞാനിവിടെ റീചാർജ് ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. ഇതുപോലെയായിരിക്കും നമ്മുടെ ഹോം സ്ക്രീൻ വരുന്നത്. നമുക്കിവിടെ ഡാഷ്ബോർഡ് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ റീചാർജിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ പ്ലാനുകൾ കാണാൻ വേണ്ടി സാധിക്കും. ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന മറ്റൊരു ഓപ്ഷനും കൂടെ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇങ്ങനെ 4 സംഭവങ്ങളാണ് നമുക്ക് താഴെ കാണാൻ വേണ്ടി സാധിക്കുക. ഇവിടെ നമുക്ക് ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇതിനകത്ത് നമ്മുടെ ഡേറ്റും അതുപോലെ തന്നെ മറ്റ് പാക്കുകളും താഴെ കാണാൻ വേണ്ടി സാധിക്കും. റീചാർജ് എന്നതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീചാർജ് പ്ലാനുകൾ വരും. ഏറ്റവും കുറഞ്ഞ പാക്ക് എന്ന് പറയുന്നത് 470 ആണ്. 470 ചെയ്ത് കഴിഞ്ഞാൽ 3 TB വരെ നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. 30 ദിവസത്തെ കാലാവധിയോട് കൂടിയിട്ട് 40 MBPS സ്പീഡിൽ നമുക്ക് ഇതിൻ്റെ ഡാറ്റ, അതായത് 30 ദിവസത്തെ കാലാവധിയാണ് എല്ലാ പാക്കുകളും വരുന്നത്. അതിന് മുകളിലേക്കുള്ള പാക്കുകളും വരുന്നുണ്ട്. 470 ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒരു മാസത്തെ പാക്കാണ് ചെയ്യുന്നത് എങ്കിൽ ഇത് നമുക്ക് എത്ര GB ആണെന്നും അതുപോലെ തന്നെ എത്ര MBPS സ്പീഡുള്ള ഡാറ്റയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നും നമുക്ക് റീചാർജ് പാക്കിനനുസരിച്ച് മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇവിടെ 470 പാക്ക് കാണാൻ വേണ്ടി സാധിക്കും. ബൈ നൗ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ വരും. ഇവിടെ നമുക്ക് താഴെയായിക്കൊണ്ട് മേക്ക് പേയ്മെൻറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. മേക്ക് പേയ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലേക്ക് വരും. പേ ചെയ്യാനുള്ള മറ്റൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പേ നൗ എന്നുള്ളതിൽ കൊടുക്കാം. ഓക്കെ, ഞാനിവിടെ പേ നൗ എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇൻ്റർഫേസ് വരും. മുകളിലായിക്കൊണ്ട് പേ നൗ എന്ന് കാണാൻ വേണ്ടി സാധിക്കും. കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ തന്നെ മറ്റൊരു സ്ക്രീനിലേക്ക് വരും. ഇതുപോലെ വരും. നമുക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ട UPI ആപ്ലിക്കേഷൻസുകളൊക്കെ ഇതിനകത്ത് കാണാൻ വേണ്ടി സാധിക്കും. ഇത്രയും ഓപ്ഷൻ വഴി നമുക്ക് ഇതിനകത്ത് റീചാർജ് ചെയ്യാനുള്ള ഓപ്ഷനുകളുണ്ട്. ഞാനിവിടെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടാണ് പേയ്മെൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഗൂഗിൾ പേ എന്നത് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. താഴെ ആയിക്കൊണ്ട് ഗൂഗിൾ പേ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കണ്ടിന്യൂ പേ എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം താഴെ. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോസസ്സിങ് നടക്കുകയാണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസിലേക്ക് വരും. ഇവിടെ നമുക്ക് ഗൂഗിൾ പേ കാണാൻ സാധിക്കും. ഇതിനകത്ത് നമ്മൾ ഗൂഗിൾ പേ എന്നതിൽ ടച്ച് ചെയ്ത് കൊടുക്കാം. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ പേ ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. നമ്മൾ പാസ്വേഡ് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ബാക്ക് സ്ക്രീൻ ആയിരിക്കും കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഞാനിവിടെ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ നമുക്ക് ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ എത്രയാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന്. അതിനുശേഷം നിങ്ങളിവിടെ നിങ്ങളുടെ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇവിടെ പേയ്മെൻറ്റ് സക്സസ് ആയിട്ടുണ്ട്. നമുക്ക് ഓക്കെ വന്നു, മെസ്സേജ് വന്നിട്ടുണ്ട്. കണ്ടോ,
ക്യാഷ് പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മെസ്സേജ് നമുക്ക് ഇവിടെ നോട്ടിഫിക്കേഷനായിട്ട് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഹോം എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഹോമിലേക്ക് വരും. മെസ്സേജ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി സാധിക്കും നമ്മുടെ പേയ്മെൻറ്റ് ഇവിടെ ഓക്കെ ആണ്. 3000 GB ആണ് നമുക്കൊരു മാസം ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇനി നമുക്ക് വീണ്ടും ഈ ഒരു കേരള വിഷൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ കാണാൻ വേണ്ടി സാധിക്കും. സക്സസ്ഫുൾ ആണെന്ന് കാണാൻ സാധിക്കും. ഹോമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാലിഡിറ്റി കൂടിയതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ 28-ാം തീയതിയാണ് റീചാർജ് ചെയ്യുന്നത് എങ്കിൽ അടുത്ത മാസം 26-ാം തീയതി വരെ നമുക്കിതിന് വാലിഡിറ്റി വരുന്നുണ്ട്. 30 ദിവസത്തെ കാലാവധിയാണ്. മറ്റ് ഡീറ്റെയിലുകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഇതുപോലെ വളരെ ഈസി ആയിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാനുകൾ നമുക്ക് ഇതിനകത്ത് നിന്ന് തന്നെ തിരഞ്ഞെടുക്കാൻ വേണ്ടി സാധിക്കും. വീഡിയോ യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോകൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.